ഇച്ചട കാനഡ ഇന്ത്യയുമായിട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കാനഡ വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ 2014 നരേന്ദ്രമോദി വന്ന ശേഷം കാനഡ ആ പ്രശ്നങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിച്ചു. ഒരുപക്ഷെ നമ്മളും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിലെത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാനഡ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നമുക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യം നേരിട്ട് കാനഡയിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, അതിൽ നമ്മൾക്ക് പങ്കുണ്ട് എന്നുള്ള വലിയ പ്രസ്താവനകളൊക്കെ കാനഡ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റിൻ ട്രൂഡോ ആ സമയത്ത് കാനഡയുടെ ഭരണാധികാരിയായിരുന്നു. അതിനുശേഷം കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ ഭരണകൂടം പിന്നീട് പോയി. ഈ ഭരണകൂടം പോയതിന് പിന്നിലും ഇന്ത്യയാണ് എന്ന കോൺസ്പിറസി തിയറികളും മറ്റും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് എല്ലാ റിപ്പോർട്ടുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ഈ സായിപ്പിന്റെ നാട്ടിൽ അജിത് ഡോവൽ ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ ഒരു ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാനഡ ഖലിസ്ഥാൻ ഭീകരവാദികൾ കാനഡയ്ക്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെയുള്ള സിഖ് എംപിമാര് ഈ ഖലിസ്ഥാൻ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് വലിയ സ്വാധീനമുണ്ട്, അവരുടെ പാർലമെന്റിൽ തന്നെ വലിയ സ്വാധീനമുണ്ട്. പഞ്ഞുമൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ സ്വെയറിംഗ് സെറമണി, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോലും അവിടെ വന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ആ സമയത്ത് ഇന്ത്യ ചോദിച്ചു ഇതെന്ത് ഏർപ്പാടാണെന്ന് ഇന്ത്യ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ കാനഡ ഇപ്പോൾ ട്രൂഡോ പോയി കഴിഞ്ഞ ശേഷം ഈ മാർക്ക് കാർണി അവിടെ പുതിയ ഭരണാധികാരിയായി വന്നു കഴിഞ്ഞ ശേഷം കാനഡ ഇപ്പോൾ ഒരു വലിയ നീക്കം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് വളരെ ആഹ്ലാദം തരുന്ന നീക്കമാണ്. കാനഡ ഖലിസ്ഥാനികളെ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ടായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോ വലിയൊരു നയതന്ത്ര നീക്കം എന്നുള്ളതിലുപരി നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിനു കൂടി ഉതകുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം എല്ലാ തരത്തിലും പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന, അതിർത്തികളിലായിരുന്നാലും അതിർത്തി സുരക്ഷയിലായിരുന്നാലും ഭീകരവാദികളെ അടിച്ചുടയ്ക്കുന്നതിലായിരുന്നാലും ആഭ്യന്തര ഭീകരവാദികളെ തകർക്കുന്നതിലായിരുന്നാലും FCRAയിലായിരുന്നാലും NGOകളെ നിരോധിക്കുന്നതിലായിരുന്നാലും നമ്മുടെ രാജ്യത്ത് കലാപമുണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്തെ ഹനിക്കുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിലായിരുന്നു ആ മോദിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വേറൊരു മാനമാണ്. കാരണം നമുക്ക് അവിടെ ഇറങ്ങി ചെയ്യാനുള്ള ഒരു വഴിയില്ല. തൊട്ടടുത്ത് അമേരിക്കയാണ് കിടക്കുന്നത്. അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ് കാനഡ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആലങ്കാരികമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയും വലിയൊരു രാജ്യത്ത് ഇന്ത്യ നടത്തിയ ഈ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ അത് ഇവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ലോകം ഇതിനെ വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ ദുരന്തർ സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ താങ്കളുടെ പ്രതികരണത്തിലോട്ട് വരാം. ദുരന്തർ സിനിമയിൽ നമ്മുടെ ഹംസ, വേഷം മാറിപ്പോയ അജിത് ഡോവൽ അയച്ച ഹംസ പറയുന്നുണ്ട്, ഇത് പുതിയ ഇന്ത്യയാണ്. ഈ ഇന്ത്യ ഏതൊരാളുടെ വീട്ടിലും കയറി അടിച്ചിരിക്കും, അടിക്കുന്നവനെ തീർത്തിരിക്കും എന്ന് പറയും. ആ ഒരു സിറ്റുവേഷൻ അല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ശ്രീമതി ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ചു, പക്ഷെ അത് പൂർത്തീകരിക്കാൻ മോദി വന്നു എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുമായി നല്ല ഉടക്കി തന്നെയായിരുന്നു കാനഡ. 1974-80കളിൽ തന്നെ ഈ ഖാലിസ്ഥാൻ വാദികളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു കാനഡ. പൊതുവേ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടൊരു പുച്ഛമാണ്. അന്നും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ പുച്ഛം ഇച്ചിരി കുറഞ്ഞു, കാരണം അവരുടെ നിലനിൽപ്പിന് ഇപ്പൊ ഇന്ത്യ അനിവാര്യമാണ്. ഇത് പറഞ്ഞത് നമ്മളാരുമല്ല, ഈ പറയുന്ന ഈ മാർക്ക് കാർണി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി G7 ഉച്ചകോടിയുടെ ഭാഗമായി. അവർ പറഞ്ഞു, G7 കൊണ്ട് ഈ ലോകത്തെ നയിക്കാൻ കഴിയില്ല, അതിനകത്ത് ഇന്ത്യ കൂടി ഇല്ലെങ്കിൽ G7 കൊണ്ടൊരു കാര്യവുമില്ല, ഇന്ത്യ ഇല്ലാതെ ഇനി ഒരിഞ്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് മാർക്ക് കാർണി പറഞ്ഞു. പറയുക മാത്രമല്ല, കുറച്ച് നാൾക്ക് മുമ്പ്, എൻ്റെ ഒരു 1.5 മാസം മുമ്പ് അവിടുന്ന് ഒരു സംഘം നമ്മുടെ ദില്ലിയിലെത്തിയിരുന്നു ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ചില ചൂണ്ടകൾ അങ്ങോട്ട് ഇട്ടിരുന്നു. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ റയർ മെറ്റൽസിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. അതായത് കാനഡയെ സംബന്ധിച്ച് ട്രംപുമായിട്ട് അത്ര നല്ല സുഖകരമായ ബന്ധമല്ല കാനഡയ്ക്ക്. ട്രംപ് ഈ കാനഡയെ ഒരു പിച്ചക്കാരെ പോലെ കാണുകയും താങ്കളുടെ ധനുഷ് പറഞ്ഞ കണക്ക് ഞങ്ങളുടെ ഒരു ഭാഗമാണ്, ഞങ്ങളുടെ ഒരു സ്റ്റേറ്റാണ്, പൈസ തരാൻ ഞാൻ ഇങ്ങോട്ട് തന്നേക്ക് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് ഇവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്ത് കാര്യം. അതിനിടയിലാണ് ബ്രിട്ടനും അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടൊരു കരാർ ഒപ്പുവെക്കുന്നു. UK ഒരു സീറോ താരിഫ് കരാർ ഒപ്പുവെക്കുന്നു. ഇതിന്റെയൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. സ്വാഭാവികമായി കാനഡയ്ക്ക് ഇനി മുൻപോട്ട് പോകണമെങ്കിൽ ഇന്ത്യ പോലെ വലിയൊരു വിപണി അനിവാര്യവുമാണ്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. ഇത് തുടക്കം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് പിയറി ട്രൂഡോ ഇരിക്കുന്ന കാലം തൊട്ട് തുടക്കാണ്. ഈ ഖാലിസ്ഥാൻ വാദികൾ തന്നെയായിരുന്നു ഇതിന്റെ പ്രധാന പ്രശ്നം. ഈ നോർവേ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ ഈ ഭീകരന്മാർക്ക് അഭയം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. നോർവേയിലായിരുന്നു LTTയുടെ ഭീകരന്മാർക്കൊക്കെ അഭയം കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കാനഡയായിരുന്നു ഖാലിസ്ഥാൻകാർക്ക് അഭയം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1984 ഈ പിയറി ട്രൂഡോ പ്രധാനമന്ത്രി പദം അവസാനിക്കുന്നു.
കാരണം അതുവരെ ഇന്ദിരാഗാന്ധിയുമായിട്ട് ഇദ്ദേഹം നല്ല ഉടക്കായിരുന്നു. അതിനുശേഷം അവിടെ ബ്രയാൻ മൾറോണി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നു. ഈ ബ്രയാൻ മൾറോണിയുടെ കാലത്താണ് വളരെ കുപ്രസിദ്ധമായ കനിഷ്ക വിമാന ദുരന്തം നടക്കുന്നത്. 1985 ജൂൺ 23 ഒരു വിമാനം, ആ വിമാനത്തിന്റെ റൂട്ട് മൺട്രിയൽ, ലണ്ടൻ, ദില്ലി, മുംബൈ റൂട്ടിൽ പോകുന്ന വിമാനം. ആ വിമാനത്തിനകത്ത് ഒരു ബോംബ് സ്ഫോടനം നടക്കും. ബോംബ് ഈ വിമാനത്തിനകത്ത് വെച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ വിമാനമാണ് കനിഷ്ക. ആ വിമാനത്തിനകത്ത് ഇത് പൊട്ടിത്തെറിക്കുന്നു. 339 പേർ കൊല്ലപ്പെടുന്നു. ഈ വിമാനം അയർലൻഡിനടുത്ത് അന്റാർട്ടിക്ക സമുദ്രത്തിലാണ് പതിക്കുന്നത്. ഇതോടുകൂടി തന്നെ കാനഡയുമായിട്ട് വീണ്ടും പ്രശ്നങ്ങളായി. കാരണം ഇതിന്റെ ഗൂഢാലോചന നടന്നത് കാനഡയിലാണ്. ഖാലിസ്ഥാൻകാരായിരുന്നു ഇതിന്റെ പിന്നിൽ. അപ്പോൾ ഇതിന്റെ ഗൂഢാലോചന നടന്നു. അതിന്റെ പ്രതികളെല്ലാം തന്നെ കാനഡയിലായിരുന്നു. പിന്നീട് കാനഡ പറഞ്ഞത് അവരുടെ ചില പിന്നീട് അവരുടെ റിപ്പോർട്ടുകൾ വന്നത് അവരുടെ ചില പിഴവുകൾ, രഹസ്യാന്വേഷണ പിഴവുകൾ ഉണ്ടായി എന്ന് മാത്രമാണ്. പക്ഷെ ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പ്രതികളെ ആരും തന്നെ ശിക്ഷിച്ചില്ല കാനഡ. തെളിവുകളില്ല, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിലെ ഒരു പ്രധാന പ്രതിയായിട്ടുള്ള തൽവീന്ദർ സിംഗ്, ഈ തൽവീന്ദർ സിംഗ് പിന്നീട് ഇന്ത്യയിലെത്തി. അങ്ങനെ 1992 തൽവീന്ദർ സിംഗ് ഇന്ത്യയിലെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടും. അങ്ങനെയാണല്ലോ ഒരു രീതി, കൊല്ലപ്പെടും. അതിനുശേഷം പിന്നീട് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലവും കഴിഞ്ഞു. കനിഷ്ക മറന്നുപോയി. പിന്നെ വന്നത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്ത് അല്പമെങ്കിലും ശക്തയായിട്ടൊരു ഭരണാധികാരി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പൊ അതിനുശേഷം വരുന്ന ഒരു അഴകുഴമ്പൻ നിലപാടെടുക്കുന്നവരായിരുന്നു. രാജീവ് ഗാന്ധി ആയാലും നരസിംഹറാവു ആയാലും ഒക്കെ ഒരു ഒരു അമേരിക്കൻ ഇറാൻ മൂളികളെ പോലെ നിൽക്കുകയും ഈ യൂറോപ്യന്മാരുടെ ഒരു വിധേയത്വം കാണിക്കുകയും ഒക്കെ ചെയ്തൊരു ഭരണകൂടമായിരുന്നു. അതുകൊണ്ട് പിന്നീട് ആ വിഷയങ്ങൾ അങ്ങനെ പോയി. ഈ പറയുന്ന പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലും ഈ ഖാലിസ്ഥാൻകാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായി. പിന്നീട് ശരിക്കും പറഞ്ഞ ഖാലിസ്ഥാൻകാർ കാനഡയിൽ തഴച്ചു വളരുകയും അവിടുത്തെ അധികാര കേന്ദ്രങ്ങൾ ഇത്തവണയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 25 MP വരെ ഉണ്ടായിരുന്നു ഈ ഖാലിസ്ഥാനികളുടെ പാർട്ടിക്ക് അവിടെ. അപ്പൊ അവർ നിയന്ത്രിക്കുന്ന ഒരു സർക്കാരായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ. അങ്ങനെ ഇരിക്കെ ഇന്ത്യയും മോദിയും ട്രൂഡോയുമായിട്ട് തെറ്റാൻ തുടങ്ങി. അതായത് മകൻ ട്രൂഡോ, അച്ഛൻ ട്രൂഡോ ആയിട്ടാണ് ഇന്ദിരാഗാന്ധി തെറ്റിയതെങ്കിൽ മകൻ ട്രൂഡോ ആയിട്ട് തെറ്റാൻ തുടങ്ങുന്നു. തെറ്റിയതിനു ശേഷം 2023 നിജ്ജർ എന്ന് പറയും. മോദി മറ്റേ ഇന്ദിരാഗാന്ധിയെ പോലെയല്ല. ഇന്ദിരാഗാന്ധിക്ക് ഈ വിഷയത്തിൽ ഭയങ്കരമായ വഴക്കും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് ഈ തൽവീന്ദർ സിംഗ് ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് വെടിവെച്ച് വന്നതെങ്കിൽ മോദിയുടെ ഒരു പ്രധാന രീതി അവിടെ വെച്ചൊരു തീർക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെ തലപൊക്കുന്നവരെ അവൻ എവിടെയാണോ അവിടെ പോയി തീർക്കുക എന്നുള്ള ഒരു മെത്തേഡാണ്. ചർച്ചയ്ക്കൊന്നും പുള്ളി അങ്ങനെ പോകാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന കക്ഷിയല്ല. വിട്ടു തരണമെന്നോ നിങ്ങൾ നിലക്ക് നിർത്തണമെന്നോ ഒന്നും പറയുന്ന ആളല്ല. അങ്ങനെ പോയി തുരുതുര കുറെ ഖാലിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെടുന്നു. അതിലൊരാളായിരുന്നു നിജ്ജാർ. ഈ നിജ്ജാർ കൊല്ലപ്പെട്ടതോടുകൂടി സിഖ് സംഘടനകൾ, ഈ ഖാലിസ്ഥാൻ പിന്തുണയുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ വലിയ പ്രശ്നം പാർലമെന്റ് ഉന്നയിക്കുകയും ട്രൂഡോ ഇന്ത്യക്കെതിരെ തിരിയുകയും ചെയ്തു. ട്രൂഡോ പറഞ്ഞു ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ. പക്ഷെ തെളിവുകളൊന്നുമില്ല. അന്ന് ആ സംശയങ്ങൾ നേർന്നത് ബിഷ്ണു റോയ് സംഘം അവിടെ നടത്തിയ കൊലപാതകമായിട്ടാണ്, അത് ഇന്ത്യയാണ് വിട്ടത് എന്നൊക്കെയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ ഖാലിസ്ഥാനികൾക്കിടയിൽ തന്നെയുള്ള ഗ്രൂപ്പുകളുണ്ട്, ബിസിനസ് സംബന്ധമായ ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളെ ഏതോ ഒന്ന് ഹൈജാക്ക് ചെയ്തിട്ട് നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണത്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ക്ലാഷ് ഉണ്ട്, ഈ ഗുണ്ടാ തർക്കങ്ങളുണ്ട്. അത് പട്ടാപ്പകൽ തന്നെയാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇതോടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ രൂക്ഷമായി എന്ന് മാത്രമല്ല, രണ്ട് രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി വലിയ വിഷയമായി. ഇവിടുത്തെ ചില ബ്ലോഗർമാരൊക്കെ പറഞ്ഞു ഇപ്പൊ കാനഡ ഇന്ത്യ പുകയ്ക്കും കരിക്കും, അവിടെ പഠിക്കുന്ന പിള്ളേരെ പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞു. അന്നും ഞാനും ധനുഷും തമ്മിലായിരുന്നു ഇതിൽ ചർച്ച നടന്നിരുന്നത്. അത് നമ്മൾ പറയുകയുണ്ടായി. ഏതാണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കുന്നുണ്ട്. അവരുടെ പൈസ കൊണ്ടാണ് അവിടുത്തെ പല യൂണിവേഴ്സിറ്റിയിൽ നടന്നു പോകുന്നത്. ആ പിള്ളേരെ പുറത്താക്കിയ അവരെ തണ്ടത്തുള്ളൂ, പിള്ളേർക്ക് പ്രശ്നം വരത്തില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. പിന്നെ കാലം മാറി, ആ ജസ്റ്റിൻ ട്രൂഡോ മാറുകയും മാർക്ക് കാർണി അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ കാനഡയുടെ മുഖം മാറി. അപ്പോഴേക്കും അമേരിക്കയുമായിട്ട് കാനഡ ഒരുപാട് അകന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് ഇന്ത്യയുമായിട്ട് അവർക്ക് ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രധാന തടസ്സമായിരുന്ന ഖാലിസ്ഥാന്റെ പ്രശ്നമായിരുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു പാഠം, അത് ധനുഷ് ഇപ്പോൾ സൂചിപ്പിച്ചു തുടക്കത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം ഉണ്ടായിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചൊരു ആരോപണമുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യയുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൈകോർത്ത് നിന്നുകൊണ്ടാണ് കാനഡയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത്. ഇന്ത്യയിലെ റോ ഉദ്യോഗസ്ഥരും ചൈനയുടെ സാറ്റലൈറ്റും റഷ്യയുടെ ചാരന്മാരുമായിരുന്നു ഞങ്ങളെ അട്ടിമറിച്ചത്. ഈ റഷ്യയുടെ ചാരന്മാർ കൊടുക്കുന്ന റൂട്ട് അനുസരിച്ചായിരുന്നു ഇന്ത്യയുടെ റോ ഇവിടെ കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. അതായത് അവർ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പിന്നീട് ട്രംപ് വേറൊരു രൂപത്തിൽ അവതരിപ്പിച്ചത്. നമ്മുടെ അയൽപക്കത്തൊക്കെ ചൈന പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്ന ഒരു സാഹചര്യവും ഇതാണ്. കാരണം സാറ്റലൈറ്റ് വഴിയാണ് അവിടുത്തെ ഹൈജാക്കിങ് നടന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വന്നു. അത് തനിക്കുണ്ടാകരുതെന്ന് ഈ പറയുന്ന
മാർക്കോ കാർണിക്ക് താല്പര്യമുണ്ട്. കാരണം തന്റെ ഭരണകാലത്ത് അത് വരരുതെന്ന്. അത് മാത്രമല്ല രാജ്യം വികസിക്കണമെന്നും ആഗ്രഹം. ഈ അവസരത്തിലാണ് ഇന്ത്യ കുറച്ചുകൂടെ ടൈറ്റ് ആക്കി. ഇപ്പൊ പഴയ ഇന്ത്യ അല്ല, പറഞ്ഞ ശരിയാണ്, പഴയ ഇന്ത്യ അല്ല ഇപ്പോൾ. കാരണം നമുക്ക് യാചിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾ നടപടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുമ്പോട്ട് വെക്കാം. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശ്രീമാൻ ട്രംപിന് എത്ര നാളായിട്ട് ഉരുട്ടുകയാണ് വ്യാപാര കരാറിന്റെ പേരിൽ. ഇപ്പൊ 9ാമത്തെ ചർച്ചയാണ് നടക്കുന്നത്. ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് 10ാമത്തെ ചർച്ചയാണ്. അപ്പോ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി തന്നെ കാനഡയൊന്നും ലിസ്റ്റിൽ പോലും ഇല്ല ഇന്ത്യയുടെ. അങ്ങനെ വരുമ്പോഴത്തേനും സ്വാഭാവികമായി തന്നെ ആ രാജ്യത്തിന് മുമ്പോട്ട് വരാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരികയും അവർക്കെതിരെ നടപടികൾ, പക്ഷെ അത് മാത്രവുമല്ല, ഈ ശരിക്കും പറഞ്ഞ ഖാലിസ്ഥാനികൾ കാനഡയിൽ വരുത്തി വെക്കുന്ന നാശനഷ്ടങ്ങളും കൊള്ളരാഴ്മകളും അതിക്രമങ്ങളും ഒക്കെ അവർക്കൊരു വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം തദ്ദേശീയരെ തന്നെ അവിടുന്ന് പുറത്താക്കണം, കനേഡിയൻ പൗരന്മാരെ തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പ്രകടനം മറ്റും ഈ ഖാലിസ്ഥാനികൾ നടത്തി. ഈ ഖാലിസ്ഥാനികളുടെ അഴിഞ്ഞാട്ടം അവിടെ ക്രമസമാധാന നില പലപ്പോഴും വരുത്തി വെക്കുന്നുണ്ടായിരുന്നു. ഖാലിസ്ഥാനികളെ കൂടെ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വിഭാഗം വോട്ടർമാരായതുകൊണ്ടും അവർക്ക് സീറ്റുകൾ ഉള്ളതുകൊണ്ടും ഒക്കെയാണ് നിർത്തിയത്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഖാലിസ്ഥാൻ പക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിലെ പ്രവാസികൾ വോട്ട് ചെയ്തില്ല. അവർക്ക് 25 സീറ്റ് കിട്ടിയെടുത്ത് 3ഓ 4ഓ സീറ്റ് മാത്രമായി ചുരുങ്ങിയവര്. കാരണം പ്രവാസികൾക്ക് മനസ്സിലായി ഇത് ഇന്ത്യൻ പാർട്ടിയല്ല, ഇവന്മാരുടെ ഖാലിസ്ഥാൻ പാർട്ടിയാണ്, ഭീകരന്മാരുടെ പാർട്ടിയാണ്. അങ്ങനെ അവരെ പൂട്ടിക്കെട്ടുകയാണ് ഉണ്ടായത്. ഇതായാലും ഇന്ത്യയുടെ ഒരു മികച്ച നീക്കം, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു നയന്ത്ര നീക്കം എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ നാളുകളിലോ ഇന്നോ ഒക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുക്കാൻ സാധ്യതയുള്ള വലിയ വാർത്തയാണ്, വലിയ വാർത്ത. കാരണം ഇത് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു തർക്കം, പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ശത്രുത, ആ ശത്രുതയ്ക്ക് ഇന്ത്യ മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ കുറെ നാളുകളായി കാനഡയുടെ പ്രസ്താവനകൾ നമ്മൾ കാണുന്നതാണ്. അതിൽ ആദ്യത്തേത് എന്തായിരുന്നു? ഒരു വ്യാപാര കരാർ നിങ്ങളുമായി ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന രീതിയിലേക്ക്. അപ്പോഴും ഇന്ത്യയുടെ നിലപാട് ഇത് തന്നെയായിരുന്നു, ഖാലിസ്ഥാൻകാർക്കെതിരെ ആദ്യം നടപടിയെടുക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. പിന്നീട് ഇപ്പോൾ എന്താണ് നമ്മൾ കേൾക്കുന്നത്? ഖാലിസ്ഥാൻകാർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു, അവരെ അവിടുത്തെ നാഷണൽ ത്രെട്ടായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മാർക്ക് കാർണിയോ പറഞ്ഞത് എന്താണ്? ഇന്ത്യ ഇല്ലാതെ ഇനി ഒരു ഇഞ്ച് G7 പോലും മുൻപോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ത്യ അനിവാര്യമാണെന്ന് പറയുന്ന തരത്തിലേക്ക് കാനഡയെ മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ മോദി ഒരു അസാമാന്യ ലീഡറാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ദിരാഗാന്ധിക്ക് ഒടക്കാനേ പറ്റുള്ളൂ, ഒതുക്കാൻ പറ്റിയില്ല. ഒതുക്കുകയും ചെയ്തത് മോദി ഒടക്കാൻ നിന്നില്ല, ഒതുക്കുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്.